നമുക്കറിയാം, ആളുകളുടെ രീതി പുതിയൊരു പ്രോജക്റ്റിലോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നതാണ് സ്വാഭാവികമായും മനുഷ്യസഹജമായൊരു വാസന. എൻ്റെത് 85,750 ആണ് പോയിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട്. 60,000 രൂപ നമ്മൾ പണയം വെച്ച് അടച്ച്. കൗൺസിലറൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്കതൊരു വിശ്വാസമായിട്ട് തോന്നി. 60,000 രൂപയ്ക്ക് 1,20,20,000 രൂപ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാ വീഴാത്തത്? ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നതാണ് സ്വാഭാവികമായും മനുഷ്യസഹജമായൊരു വാസന. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ. കേൾക്കുമ്പോൾ വലിയ ആകർഷണമായ ഓഫർ. എല്ലാം സ്ത്രീകൾക്ക്. ഇത് കേട്ട് ഓടിക്കൂടിയവർ നിരവധിയാണ്. മൂവാറ്റുപുഴ പോലീസിൻ്റെ അറസ്റ്റോടുകൂടിയാണ് അനന്തുകൃഷ്ണൻ്റെയും സംഘത്തിൻ്റെയും തട്ടിപ്പ് പൊളിയുന്നത്. ഏതുതരം തട്ടിപ്പിനും വളക്കൂറുള്ള മണ്ണ്. വെറും 26 വയസ്സുള്ള ചെറുപ്പക്കാരനും വെളുത്ത വസ്ത്രമണിഞ്ഞ കൂട്ടാളികളും കോടിക്കണക്കിന് മലയാളികളെ വിഡ്ഢികളാക്കി. ഇരയായി തയ്യൽ മെഷീനിട്ട് ചൂണ്ടയിട്ട് പിടിച്ചത് പാവപ്പെട്ട സ്ത്രീകളുടെ പണം. മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്ന്. നമ്മൾ ഒരു വമ്പൻ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങളിലേക്ക്, അതിൻ്റെ ചുരുളഴിക്കാനുള്ള അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അതിന് പിന്നാലെ വരുന്ന ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ്. പകുതിയല്ല, ഫുൾ തട്ടിപ്പ്. 45 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ക്ലിയർ ആവും, അതിൻ്റെ ഉള്ളിൽ വണ്ടി തരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കിട്ടാണ്ടായപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി റിട്ടേൺ കൊടുത്തു ഡിസംബർ മാസത്തിൽ. അതിനും അവർ റിപ്ലൈ വന്നിട്ടില്ല. വലിയ ആഘോഷമായിട്ടാണ് ഈ തയ്യൽ മെഷീനുകളും ലാപ്ടോപ്പുകളും സ്കൂട്ടറുകളും ഒക്കെ ഇതുവരെ ഇയാൾ വിതരണം ചെയ്തിരിക്കുന്നത്. വാർത്തയ്ക്ക് പിന്നാലെയാണ് കബളിപ്പിക്കപ്പെട്ടുവെന്ന് പലരും അറിയുന്നത്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇരകളുള്ള അപൂർവങ്ങളിൽ അപൂർവമായ കേസ്. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ സ്ത്രീകൾ കൂട്ടത്തോടെ എത്തി. പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന മോഹത്തിൽ ഉള്ളതൊക്കെ വിറ്റുപെറുക്കിയും കടമെടുത്തും അടച്ച 60,000 രൂപ. വിയർപ്പിൻ്റെ, ജീവന്റെ വിലയുള്ള പണം യാതൊരുളുപ്പുമില്ലാതെ തട്ടിയെടുത്തു. നമ്മൾ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് നമുക്ക് വീടും അതുപോലെ വണ്ടിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടും മറ്റ് സൗകര്യങ്ങളും ഒക്കെ സർക്കാരും സന്നദ്ധ സംഘടനകളൊക്കെ താൽക്കാലികമായി ഒരുക്കി തന്നു. പക്ഷെ ഒരു വണ്ടിയായിരുന്നു അത്യാവശ്യം. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടുന്നതിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു പ്രോഗ്രാം, അതായത് 50% പകുതി വിലയിൽ നമുക്ക് സ്കൂട്ടർ കിട്ടുന്നെന്നുള്ള സീഡിൻ്റെ ഒരു ഇത് കണ്ടത്. വാഗ്ദാനം 60,000 രൂപ പിന്നെ സ്കൂട്ടിക്ക്, 5,500 രൂപ ഇവർ മെമ്പർഷിപ്പ്. എൻ്റെ മോളാണ് അടച്ചിട്ടുള്ളത്. പക്ഷേ അത് ജോലിക്ക് വരേണ്ട ആവശ്യാർത്ഥാണ് ഇത് ഇങ്ങനെ സ്കൂട്ടി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൈസ അടച്ചിട്ടുള്ളത്. നിങ്ങൾ എവിടെയാണ് താമസിച്ചിരുന്നത്? മുണ്ടക്കൈയാണ്. അപ്പോൾ ഇപ്പോൾ മേപ്പാട്ടിയാണ് താമസിക്കുന്നത്. വാടകയ്ക്കാണ്? വാടകയ്ക്കാണ്. അപ്പോൾ ഈ പണം എങ്ങനെ നിങ്ങൾ ഇതുവരെ കണ്ടെത്തി? എൻ്റെ ഇടയിൽ പണം എന്താ പറയുക, ഇങ്ങനെ കുറച്ചൊക്കെ പൈസ അവിടെ നിന്നൊക്കെ കിട്ടിയതെല്ലാം കൂടെ സ്വരൂപിച്ചിട്ട് ആ പൈസ കൊടുത്തതാണ്. പണം പോയി. ഞാനും വളരെയധികം പ്രയാസത്തിലാണ് ഉള്ളത്. ഞാനും താമസിക്കുന്നത് മേപ്പാടി വാടകയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ ജോലിക്ക് വരാൻ ബസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പകുതി വിലയ്ക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പലരെ നിന്നും കടം മേടിച്ചിട്ടാണ് ഈ 60,000 രൂപ ഉണ്ടാക്കിയത്. മോളെ പേരിൽ ഒരു 5,000 രൂപ അക്ഷയയിലും കൊടുത്തു. അങ്ങനെ 65,000 രൂപ ഇപ്പോൾ കടത്തിലാണുള്ളത്. വണ്ടി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്തു എന്നെല്ലാം പറഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷകളും പോയി. ആക്റ്റീവ് ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ ഒരു 60,000 രൂപ ഇന്നോവേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ അയച്ചു കൊടുത്തത്. അത് ബാങ്ക് ത്രൂ ഉള്ള ട്രാൻസ്ഫർ ആയിരുന്നു. അയച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം നമുക്ക് വന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫെസിലിറ്റേഷൻ ചാർജായിട്ട് 5,990 രൂപ കൂടെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ 320 രൂപയും ഈ 6,000 രൂപയോളം നമ്മൾ അക്ഷയക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ 60,000 മാത്രമേ നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ടുള്ളൂ. 60,000 രൂപ ജൂൺ 5-ാം തീയതി പൈസ അടച്ചില്ലെങ്കിൽ അത് ആ ലിസ്റ്റിൽ പെടത്തില്ല. പിന്നത്തെ ഇത് വരുമ്പോൾ 3/4% പൈസ വെച്ചാൽ 90,000 രൂപ അടച്ചെങ്കിലേ പിന്നെ കിട്ടത്തുള്ളൂ. പ്രൊമോട്ടർമാർക്ക് മാത്രമേ ഈ 60,000 രൂപയ്ക്ക് ഇനിയുള്ള സമയങ്ങളിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം മാത്രമേ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എളുപ്പം പൈസ അടച്ചാലേ കിട്ടത്തുള്ളൂ. HDFC ബാങ്കിൽ കൊണ്ടുവന്ന് 60,000 രൂപ നമ്മൾ പണയം വെച്ച് അടച്ച്. ഈ നാട് മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും ഒക്കെ എത്തിച്ചുകൊണ്ടായിരുന്നു അനന്തുകൃഷ്ണൻ ഈ തട്ടിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ കമ്പനി പൊട്ടാമെന്നത് ഉറപ്പായിരുന്നു.
തദ്ദേശ പ്രതിനിധികൾ MLA-മാർ തുടങ്ങി പലരും പകുതി വിലക്ക് സ്കൂട്ടർ എന്ന വാഗ്ദാനത്തിൽ വിളക്ക് കൊളുത്തി. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രൊമോട്ടേഴ്സിനെതിരെ നമുക്ക് പറയാം. നമുക്ക് ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആരും നമുക്കറിയില്ല. അപ്പം നമ്മളിങ്ങനെ വരാൻ കാരണം നമുക്ക് വിശ്വാസമുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. നമ്മളിങ്ങനെ അറിഞ്ഞ് ന്യൂസ് എല്ലാം അറിഞ്ഞ് പല വാർഡിലുള്ള മെമ്പർമാർ വരെ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അറിഞ്ഞിട്ടാണ് നമ്മൾ കുറേ ആൾക്കാർ 2000 ചില്ലറ ആൾക്കാരോളം ഇതിലേക്ക് വരുന്നത്. കൗൺസിലറൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്കതൊരു വിശ്വാസമായിട്ട് തോന്നി. എല്ലാവരും അങ്ങനെയാണ് നമ്മൾ ഇതിനിറങ്ങിയത്. പൈസ പണയം വെച്ചാണ് കൊടുത്തത്. ഇപ്പോൾ തൊട്ടപ്പുറത്തൊരു എന്തെങ്കിലും ഒരു കോഴിമുട്ട കിട്ടിയാൽ ഇപ്പുറത്തെ വാർഡിൽ കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾക്കത് പ്രതിഷേധമാണ്. അത് കൗൺസിലർമാരുടെ കഴിവ് കൊണ്ടാണ് അത് കിട്ടാതെ പോയത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മെഷീൻ കൊടുക്കുന്നത് പറഞ്ഞത്. ശരി, 6000 രൂപ 15000 രൂപയുടെ മെഷീൻ 6000 രൂപയ്ക്ക് കൊടുക്കുന്നു. വലിയ അത്ഭുതമാണ്. അത് കഴിഞ്ഞപ്പം ലാപ്ടോപ്പ് കുട്ടികൾക്ക് അതും കുറച്ച് പേർക്ക് കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോഴാണ് ആളുകൾ തിരക്കി കയറുകയാണ്. 60000 രൂപയ്ക്ക് 1,20,000 രൂപ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാ വീഴാത്തത്? ആ കാഴ്ചയിൽ വിശ്വസിച്ചവർ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത് ഓഫറിന്റെ കഥ പരത്തി. ആദായ വിൽപ്പന ബോർഡ് കണ്ട മലയാളി സ്കൂട്ടറിനും ലാപ്ടോപ്പിനും തയ്യൽ മെഷീനുമായി തിക്കിത്തിരക്കി. നാളെ നല്ലത് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. ഇതിനകത്ത് നമ്മളെന്തായാലും അകപ്പെടാഞ്ഞ വലിയ ഉപകാരമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇത്രയും പേരും കൂടെ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. എൻ്റെ വണ്ടി തന്നെ 14 പേരോളം വണ്ടി കിടച്ചിട്ടുണ്ട്. ഇവർ പലിശക്കെടുത്തും മട്ടത്തിനെടുത്തും പിന്നെ സ്വർണം പണയും വെച്ചും ആശയമില്ല എല്ലാം മനുഷ്യന് മുൻപിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവരെടുത്ത് അടച്ചതാണ് കൊടുത്തപ്പോൾ നമ്മളോട് പറഞ്ഞത് 3 മാസം ഒന്നാണ്. നമുക്ക് ഒരു 2 മാസം മുമ്പ് ടോക്കൺ തന്നായിരുന്നു, അടുത്ത് തന്നെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മൾ കൂട്ടുന്ന പലകം വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായി. അപ്പം അതും കൂടി കൊണ്ടിട്ടാണ് നമ്മളിത് അടിച്ചത്. ഇത്രയും നാളും കിട്ടും എന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. 100 ദിവസത്തിനുള്ളിൽ തരുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. പക്ഷെ 100 ദിവസം കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല. പിന്നീട് നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ പിന്നെയും അവർ ദിവസങ്ങൾ മാറ്റി പറയല്ലാണ്ട് ഇപ്പം കിട്ടും പറഞ്ഞ് നമ്മൾ നിന്നതല്ലാണ്ട് നമുക്ക് കിട്ടിയുമില്ല ഒന്നുമില്ല. 1.5 ലക്ഷം രൂപയുടെ സ്കൂട്ടർ 60,000 രൂപയ്ക്ക് എങ്ങനെ കിട്ടുമെന്ന സംശയം പോലും ബാക്കി വെക്കാതെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ സംഘം കബളിപ്പിച്ചു. പഞ്ചായത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന അനുസരിച്ചിട്ടാണ് കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുള്ളത്. അഴീക്കോട് പഞ്ചായത്തിലൊക്കെ മെസ്സേജ് വന്നത് അനുസരിച്ചിട്ടാണ് നമ്മളൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത്. എൻ്റെത് 85,750 ആണ് പോയിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട്. അതായത് ഞാൻ സ്കൂട്ടറിനും ഹോം അപ്ലയൻസസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവരോട് പറയുമ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ വിടിയേ, നിങ്ങൾ പൈസ പോയി, പോലീസ് പൈസ പിടിച്ച് വാങ്ങി തരണം എന്നാണോ ചോദിക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. സീഡ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ, സംഘടനകൾ എന്നിവയെ മറയാക്കി തട്ടിപ്പിന് തിരക്കഥ എഴുതി. ഏതോ സ്ത്രീ ശാക്തീകരണ പദ്ധതിയെന്ന് കള്ളക്കഥ പ്രചരിപ്പിച്ചു. കമ്പനികളുടെ CSR ഫണ്ടിലൂടെ പണം കിട്ടുമെന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. പരാതിയുടെ മേൽ പരാതികളായിട്ട് പോയാൽ എനിക്ക് പുറത്തു വരവ് സാധ്യമാകില്ല. ഞാൻ പുറത്തു വന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ തീർക്കാനുള്ളത് എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്. കമ്പനികൾ പൈസ തരാൻ തയ്യാറാണ്. എനിക്ക് അവരുടെ പേരുകൾ ഞാൻ പുറത്തു പറയില്ല. പക്ഷേ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം ഉള്ളത് പരാതികൾ വരുന്നത് ഒഴിവാക്കണം. തുടർച്ചയായി പല സ്റ്റേഷനുകളിൽ പരാതികൾ വന്നാൽ ഞാൻ പുറത്തിറങ്ങാൻ വൈകും. ഞാൻ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് സാധനം കിട്ടണമെങ്കിലും നിങ്ങളുടെ പണം തിരികെ തരണമെങ്കിലും വൈകും. ഞാൻ പുറത്തു വന്നാൽ നിങ്ങളെയൊക്കെ കാണുവാൻ കഴിയുകയും ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങളുടേതായ പൈസ തിരികെ തരാനായിട്ട് പറ്റുകയും ചെയ്യും. ലാപ്ടോപ്പ് ഒരു 3 പ്രാവശ്യത്തോളം ഞങ്ങൾ കൊടുത്തു. പിന്നെ വനിതകൾക്ക് തയ്യൽ മെഷീൻ ഒരു 500ഓളം തയ്യൽ മെഷീൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്, വളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിറ്റ്, ഓണത്തിനുള്ള കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 50 പകുതി വിലയ്ക്കാണ് നമ്മൾ എന്തെടുത്താലും പകുതി വില. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൊടുക്കും തോറും ആദ്യം മേടിക്കുന്ന ജനങ്ങളാണ് വീണ്ടും ഇതിന് വെക്കുന്നത്. അതിൽ 1ാം ഘട്ടക്കാർക്ക് അവർ വണ്ടി കൊടുത്തു. ലാപ്ടോപ്പ് വണ്ടി എൻ്റെ മോൾക്ക് കൊടുത്ത് അവർക്ക് കൃത്യം 3 മാസം കഴിയുമ്പോൾ വണ്ടി കിട്ടി. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ കൊടുത്തത്. 65,900 രൂപ ഞാൻ അടച്ചു 3ാം ഘട്ടത്തിൽ. 2ാം ഘട്ടം കൊടുക്കാതെ 3ാം ഘട്ടത്തിന് പൈസ അടച്ചു. അപ്പോൾ അതിൽ 5,900 രൂപ അവരിന്ന് ക്യാഷായിട്ട് തിരിച്ചു തന്നു. അത് ഫെസിലിറ്റേഷൻ ചാർജ് ആകുമ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഈ അനന്തൂൻ്റെ അക്കൗണ്ടിലേക്ക് അടച്ചില്ലെന്ന് അവർ പറഞ്ഞു. എന്താ വെച്ചാൽ അവർ സ്വർണ്ണം പണയം വെച്ചാൽ അവർ ആ പൈസ തിരിച്ചു തന്നു.
പിന്നെ അതുകൂടാതെ നമ്മൾ 320 രൂപ അതിൻ്റെ അംഗത്വം എടുക്കുന്നതിന് പൈസയുണ്ട്. പിന്നെ 400 രൂപയോളം നമ്മൾ ഈ മുദ്രപത്രം മേടിച്ചതിനായി, അങ്ങനെ എല്ലാം കൂടി പൈസ ചിലവുണ്ട്. എനിക്ക് റീഫണ്ട് ചെയ്യാനായിട്ട് ഞാൻ 2-3 പ്രാവശ്യം പോയപ്പോഴത്തേക്കും അവർ നിരുത്സാഹപ്പെടുത്തിയാണ് വിടണേ. അപ്പം വണ്ടി കിട്ടും, വണ്ടി പിടിക്കും, ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കണക്കി. അത് കഴിഞ്ഞാണ് ഇങ്ങനെ കേസും കൂട്ടുമൊക്കെ ആയിട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ വണ്ടി കിട്ടുമോ, പൈസ കിട്ടുമെന്നറിയില്ല. എന്തെങ്കിലും കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. പകുതി വിലക്ക് തയ്യൽ മെഷീനുകൾ നൽകി വിശ്വാസ്യതയ്ക്ക് വളമിട്ടു. സ്കൂട്ടറിനായി 60,000 മുടക്കാൻ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആദ്യം ഈ അവിടെ ഞങ്ങളുടെയൊക്കെ അയൽക്കത്തൊക്കെ ഈ തയ്യൽ മെഷീനൊക്കെ കൊടുത്തു. തയ്യൽ മെഷീൻ കൊടുത്തപ്പോൾ അവരെ പറഞ്ഞു ഇതേമാതിരി തന്നെയാണ്, ഇതിന് പകുതി കാശ് കൊടുത്താൽ മതി എന്നും പറഞ്ഞ് 67,000 രൂപ ഒപ്പിച്ച് കൊടുത്തു എൻ്റെ മോക്ക് വേണ്ടി. സുമേഷ് MLA ആണ് ഉദ്ഘാടനത്തിന്റെ നിങ്ങൾ വിശ്വസിച്ചു പോയത്? അതെ കുറെ ഫോട്ടോസിലെല്ലാം കാണുന്നത് കുറെ പോലീസുകാര് അവരങ്ങനെ കുറെ ആൾക്കാരാണ് ഇതിന് ഉദ്ഘാടനത്തിന്. അങ്ങനെ പിന്നെ പലതരം കിറ്റ് അതെല്ലാം കൊടുത്തതിന് അല്ല, പോലീസുകാർ ഇതിന് ഉദ്ഘാടനത്തിന് വന്ന ഫോട്ടോസാണ് നമുക്ക് ഈ ഗ്രൂപ്പിലെല്ലാം വരുന്നത്. അത് കാണുമ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഗവൺമെന്റിന്റെ ഇതിലുള്ള സപ്പോർട്ടെല്ലാം അവർക്ക് ഉണ്ടല്ലോ. മാത്രല്ല ഇവര് നമ്മള് വിഡ്ഢികളായി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും നോക്കാതെയാണ് ഇവരിങ്ങനെയുള്ള NGO എന്ന് പറയുന്ന ആൾക്കാരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും കാര്യങ്ങൾക്ക് പോയിട്ടുള്ളത്. നമ്മുടെ ഈ ഓച്ചിറ ബ്ലോക്കിൽ മാത്രം എത്ര ആൾക്കാർക്ക് ഇങ്ങനെ പൈസ നിങ്ങളുടെ ഈ ഇതിനകത്ത് എത്ര രൂപ തട്ടിച്ചിട്ടുണ്ടാവും? ഒരു 94 പേരുടെ 2 വീലർ, അതുപോലെ 65 പേരുടെ ഹോം അപ്ലയൻസസ്, ഒരു 27 പേരുടെ ലാപ്ടോപ്പ്, 36 പേരുടെ മൊബൈൽ ഫോൺ, ഇത്രയായിട്ട് ഏകദേശം ഒരു 85 ലക്ഷത്തോളം രൂപയുടെ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഏകദേശം 1 കോടിക്ക് അടുത്തുള്ള തുക വന്നിട്ടുണ്ട്. വെറും സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ കോടീശ്വരനായി. ഇടുക്കി ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ കുടയത്തൂരിൽ നിന്നാണ് ഈ തട്ടിപ്പുകാരൻ്റെ തുടക്കം. വെറും 26 വയസ്സാണ് അനന്തു കൃഷ്ണൻ്റെ പ്രായം. MSc മൈക്രോബയോളജി ബിരുദധാരിയാണ്. പക്ഷേ തട്ടിപ്പ് ആദ്യമല്ല. 2019 സ്വന്തം നാട്ടിൽ നിന്നാണ് ആദ്യ തട്ടിപ്പ് കേസ് വരുന്നത്. ഇതിൽ ജയിലിൽ പോയി. കോവിഡ് കാലത്തിന് ശേഷം ഉയർന്നു വന്ന പുതിയ തട്ടിപ്പ് രീതിയായിരുന്നു ഈ പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഒക്കെ വിതരണം ചെയ്യുക എന്ന അനന്തു മോഡൽ തട്ടിപ്പ്. തൊടുപുഴ ശങ്കരപ്പള്ളി പ്രദേശത്തുകാർക്ക് അനന്തു കൃഷ്ണൻ പരോപകാരിയായ യുവാവ്. പഠനത്തിനൊപ്പം പൊതുപ്രവർത്തനത്തിലും മികവ് പുലർത്തി. ചിലരിൽ നിന്ന് പണം വാങ്ങുകയും തിരികെ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാവശ്യത്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നോട് ഇങ്ങനെ മേടിച്ചു, എനിക്ക് പലിശ തരാമെന്നും പറഞ്ഞാൽ മേടിച്ച്. പലിശയൊന്നും അങ്ങനെ തന്നില്ല. പൈസ ഞാൻ കരഞ്ഞവരോൾ ചെയ്താലും മേടിച്ചു. ഞാൻ കണ്ടിട്ടില്ല. സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് മറ്റൊരു ഭരണം കേൾക്കാം. പോയിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച ഇത്രയായി. ഈ ഇതുപോലെ തട്ടിപ്പ് ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഇവന്? എൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ട് സപ്ലിക്കോയിൽ. അവൻ്റെ അച്ഛൻ തട്ടിപ്പണിക്കാരനായിരുന്നു. അങ്ങനെയൊക്കെ നടന്ന് ഇവർക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവനീ കാണിച്ചതെന്നാന്ന് ആർക്കറിയാം. വ്യക്തിപരമായിട്ട് യാതൊരു നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക്. കാരണം ഈ നാട്ടിലൊന്നും അവനങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഒന്നും എല്ലാം നല്ല സോഷ്യലായിട്ട് ഇടപെടുന്ന ആളൊക്കെയാണ്. പിന്നെ ഇവൻ വെളിയിലുള്ള സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതിനകത്ത് നമ്മളായിട്ട് ഒരു ഇടപാടുമില്ല. ഇവൻ വരുന്നു പോകുന്നു, എന്താണ് അവൻ്റെ ബിസിനസ്, ഇതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. സ്ഥലമൊക്കെ ഒത്തിരി മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഒത്തിരി സ്ഥലം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അഡ്വാൻസ് കൊടുക്കുമോ ഏണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരല്ലേ എഴുതിയിട്ടുണ്ടോ എന്നറിയില്ല, അതൊന്നും നമുക്കറിയില്ല. ഒത്തിരി പേർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ അറിയാം. വ്യക്തിപരമായിട്ട് ഞാൻ ഇവനെ സംബന്ധിച്ചോളം നാട്ടുകാർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, ഇല്ലാത്തതിന് നമ്മളതൊരു കാര്യമില്ല. പിന്നെ വെളിയിലുള്ള സംഭവം എന്താണ്, ഇവനായിട്ടുള്ള ഇടപാട് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ചികിത്സാ സഹായങ്ങൾ നൽകി രാഷ്ട്രീയക്കാർക്കും സമ്മതൻ. പക്ഷേ തട്ടിപ്പുകാരനെന്നറിയുന്നത് വളരെ വൈകി. നാട്ടിലെ നല്ല കുട്ടി കൊച്ചി കേന്ദ്രീകരിച്ച് ഒരു അധോലോകം തന്നെ ഉണ്ടാക്കി. സഞ്ചരിക്കാൻ ഫാൻസി നമ്പറിലെ മുന്തിയ വാഹനങ്ങൾ, പലയിടത്തായി വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടി.
CSR തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ ആഡംബര കാറാണിത്. ലക്ഷങ്ങൾ ഈ കാറിന് തന്നെ ചെലവാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് KL 38L001 എന്ന് പറയുന്ന ഫാൻസി നമ്പർ. ആ ഫാൻസി നമ്പറിനും ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 3 വാഹനങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ ഒന്ന് ഈ അടുത്ത കാലത്ത് അനന്തു കൃഷ്ണൻ വിലയ്ക്ക് വാങ്ങിയ ഇന്നോവ ക്രിസ്റ്റ കാറ്. അതിന് പുറമെ ഒരു ടാറ്റ കമ്പനിയുടെ ടിയാഗോ എന്ന് പറയുന്ന ഒരു മോഡൽ, അതോടൊപ്പം തന്നെ ഇലക്ട്രിക് മോഡലായ ടാറ്റയുടെ നെക്സോണും, ഈ 3 വാഹനങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ നെക്സോൺ EV എന്ന് പറയുന്ന കാറ് അനന്തു കൃഷ്ണൻ പിതാവിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി വാങ്ങിയതാണ്. ബിനാമി പേരുകളിൽ നിക്ഷേപം 1000 കോടി രൂപയിലേറെ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഒറ്റക്കൊരുത്തന് കേരളത്തെ മുഴുവൻ കബളിപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ നാട്ടിലെ ഏത് തട്ടിപ്പെടുത്താലും അതിൽ ഉന്നതരായ ഒരുപാട് പേർ ഉൾപ്പെടാറുണ്ട്. ഇതിലും തെറ്റിയില്ല. അനന്തു കൃഷ്ണനൊപ്പം താഴെത്തട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കൾ മുതൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. ചിലർ അറിഞ്ഞും അറിയാതെയും ഇതിൻ്റെ ഭാഗമായി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് താഴെത്തട്ടിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം ഇയാൾ സമാഹരിച്ചെടുത്തത്. ജീവകാരുണ്യ പ്രവർത്തകരെന്നറിഞ്ഞിരുന്ന ആനന്ദ് കുമാർ, BJP നേതാവ് AN രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവർ തട്ടിപ്പിന്റെ പങ്കുപറ്റിയെന്നാണ് ആരോപണം. NGO കോൺഫെഡറേഷൻ സ്ഥാപകൻ KN ആനന്ദകുമാറിന് മാസാമാസം 10 ലക്ഷം രൂപ നൽകിയെന്ന് സൂത്രധാരനെന്ന് വിശേഷിപ്പിക്കുന്ന അനന്തു പോലീസിന് മൊഴി നൽകി. ഇന്ന് CSR ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വന്ന പൈസ ഞാൻ റോൾ ചെയ്തിട്ടുണ്ട്. NGO കോൺഫെഡറേഷനിലൂടെ വരേണ്ടുന്നത് വരാതിരുന്നപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലായി പോവുകയും ഒറ്റയ്ക്ക് ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ചുമലേക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ ആരോപണങ്ങൾ തള്ളിയ ആനന്ദ് കുമാർ ഇന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ആളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ തട്ടിപ്പ്? എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ 4 കമ്പനി, അയാൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്, അയാളാണ് മുഴുവൻ പണം സ്വീകരിക്കുന്നത്, അവർക്ക് റെസീറ്റ് കൊടുക്കുന്നത് ഇയാളാണ്, അവരായിട്ട് എഗ്രിമെൻ്റ് വെക്കുന്നത് ഇയാളാണ്, എല്ലാം ഇയാളുടെ ഒരു കൺട്രോളിലാണ്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ 30 വർഷമായിട്ട് എൻ്റെ പ്രസ്ഥാനം നടത്തിയിട്ടുമില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. അയാൾ കൊണ്ടുവന്ന ആശയം മാത്രമല്ല, അയാൾ അതേ ആശയം 5 വർഷമായിട്ട് ഇടുക്കി ജില്ലയിൽ 2-3 സൊസൈറ്റി മുഖാന്തരം നടത്തിയിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അതായത് നമ്മളുടെ ബോർഡ് മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തിക കാര്യം മറ്റു കാര്യങ്ങളൊന്നും വളരെ ഒരു ക്ലിപ്തതയും ഇല്ലാതെ അദ്ദേഹം ഒന്നും പറയാറില്ല. ട്രാൻസ്പാരൻസി എന്നുള്ളത് 0 ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതവണ ചോദിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് യോജിച്ച് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് നോക്കി ചതിക്കപ്പെട്ടു എന്നാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മളുടേതായിട്ടുള്ള കോണ്ടാക്റ്റുകളും നമ്മളുടേതായിട്ടുള്ള എല്ലാ സോഴ്സുകളും എല്ലാത്തിലും അയാൾ കൂടെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ഉദ്ദേശം ഇതാണെന്ന്. തീർച്ചയായിട്ടും ചതിക്കപ്പെട്ടതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ തട്ടിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സന്നദ്ധ സംഘടനകളിലൂടെ ചെയ്ത പ്രോജക്റ്റാണ്. സത്യം പുറത്തു വരും. കേസ് അന്വേഷണം നടക്കട്ടെ. കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ? ഉന്നതർക്ക് പങ്കുണ്ടോ? എത്ര ന്യായീകരിച്ചാലും പരാതികൾ പണം നൽകി തീർപ്പാക്കിയാലും AN രാധാകൃഷ്ണന്റെ വീഴ്ച പ്രകടം. 4 പതിറ്റാണ്ട് കാലത്ത് പൊതുജീവിതത്തിനിടയ്ക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സ്വർണം പണയം വെക്കാം, അതൊക്കെ ഞങ്ങൾ രേഖകൾ ഹാജരാക്കിക്കൊള്ളാം. ഇനി ആരാ തന്നെന്ന് വിളിച്ചു പറയണം. എൻ്റെ പൊന്നി ഞാൻ പറഞ്ഞു, പൊതുജീവിതത്തിൻ്റെ നിഷ്കളങ്കത ഉണ്ടല്ലോ, അത് കുടുംബം പറ്റിയിട്ടാണെങ്കിൽ ചെയ്യും. അത് ചോദ്യം ചെയ്യല്ലേ? നിങ്ങൾക്കത് ഇതിന് മനസ്സിലാവില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭ്യാസം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളൊരു പ്രതികൂലം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നൊക്കെ പ്രതികൂലം ഞാൻ നമ്മളെ സംബന്ധിച്ച് വീട് വിട്ടിട്ടാണെങ്കിൽ കൊടുക്കാനുള്ളത് കൊടുക്കും. അഭിഭാഷക എന്ന പേരിലാണ് സഹായമെന്ന് പറയുന്ന ലാലി വിൻസെന്റിനും കൈയൊഴിയാനാകില്ല. ഞാൻ പാർട്ടിക്കും പോലീസിനും കീഴടങ്ങി ഉത്തരങ്ങൾ കൊടുക്കും. കാരണം എനിക്ക് അനന്തു കൃഷ്ണൻ്റെ ഈ ഉപദേശങ്ങൾ കൊടുത്ത ജോലിയല്ലാതെ എഗ്രിമെൻറ്റുകൾ അശോകയിൽ പോയിരുന്നാണ് എഗ്രിമെൻറ്റുകൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ അശോകയിൽ പോയിരുന്ന് ഡ്രാഫ്റ്റ് ചെയ്ത എഗ്രിമെൻറ്റുകൾ അതിൻ്റെ എല്ലാ കോപ്പികളും കേരളം മുഴുവനുണ്ട്. 10-20,000 എഗ്രിമെൻ്റെങ്കിലും കാണും. ഞാൻ 20,000 ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല.
ഞാൻ ഫോർമാറ്റ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തത് അവർ പ്രിൻ്റ് എടുത്തതാണ്. അതെല്ലാം നോട്ടറൈസ് ചെയ്തതാണ്. നോട്ടറി വക്കീലന്മാരോട് ചോദിക്കാമല്ലോ. ഓരോ മണിക്കൂറിലും ഓരോ പോലീസ് സ്റ്റേഷനുകളിലും പരാതികൾ കൂടിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ പഴികേട്ട് വീട്ടമ്മമാർ കൂട്ടത്തോടെ ഇറങ്ങുന്നു. പിന്നെ വീട്ടില് ഭർത്താക്കന്മാരറിയാത്ത പെണ്ണുങ്ങൾ ഇതിനകത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഞാൻ എൻ്റെ ഭർത്താവാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഇപ്പോൾ കിട്ടുമെന്നൊരു പ്രതീക്ഷ പോണു. പരാതി കൊടുത്തിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ വണ്ടി തരാമെന്നും പറഞ്ഞാണ് ഞങ്ങളോട് പൈസ മേടിച്ചത്. ആരും വിളിച്ചിട്ട് കിട്ടണില്ല. ഞങ്ങളോട് 6 മാസത്തിനുള്ളിൽ വണ്ടി കിട്ടുമെന്നും പറഞ്ഞാണ് പൈസ വാങ്ങിച്ചത്. 10 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ അവരൊക്കെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കണില്ല. അഥവാ ആരെങ്കിലും ഒന്ന് എടുത്താൽ അവർ പറയും ആ വണ്ടി കിട്ടും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറയും. വണ്ടി കിട്ടിയില്ലെങ്കിൽ പൈസ എങ്കിലും തിരിച്ചു കിട്ടണം. ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഈ പെണ്ണുങ്ങളെ പറ്റിച്ചിട്ട് വേണം അങ്ങനെ പൈസ ഉണ്ടാക്കാൻ. അത് വനിതകൾക്കാണെന്ന് പറഞ്ഞാണ് എൻ്റെ മകളുടെ പേരിലും എൻ്റെ മരുമകളുടെ പേരിലും ഞങ്ങൾ 2 വണ്ടി ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ അത് 1 മാസം എന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ ഓരോ മാസം കഴിയുന്നവരും വിളിക്കുമ്പോഴെല്ലാം അടുത്ത മാസം, അടുത്ത ആഴ്ച, 10 ദിവസം, 15 ദിവസം എന്ന് പറഞ്ഞ് ഞങ്ങളെ പല തവണ അവർ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കബളിപ്പിക്കണം എന്നുള്ള വിവരം നമുക്കറിയില്ലായിരുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം തട്ടിപ്പുകാരന് വേദിയൊരുക്കിയത് ആരാണ്? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പടം തട്ടിപ്പിന് ഉപയോഗിക്കാൻ എങ്ങനെ കഴിഞ്ഞു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഇനിയുമായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സായിഗ്രാമിന്റെ പേരിൽ ആപ്ലിക്കേഷൻ കൊടുത്തായിരിക്കണം. അങ്ങനെ ആയിരിക്കും. അല്ല ഞാൻ അതിനകത്തില്ല. എനിക്ക് അറിവേണ്ട ആവശ്യമില്ലല്ലോ, എന്റെ ചുമതലയില്ല അത്. ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയാൽ കേരളത്തിലെ നേതാക്കളും ജനങ്ങളും തട്ടിപ്പിൽ കറങ്ങി വീഴുമോ? മണി ചെയിൻ തട്ടിപ്പുകളിൽ നിന്ന് മോചനമെന്ന ഇനിയും വരും അനന്തകൃഷ്ണന്മാർ. അമിത ലാഭം പറഞ്ഞു വരുന്നവരെ ഒഴിവാക്കാൻ തയ്യാറായില്ലെങ്കിൽ ആപത്ത് പിന്നാലെ വരും. എന്റേത് 85,750 ആണ് പോയിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട്. 60,000 രൂപ നമ്മൾ പണയം വെച്ച് അടച്ച്. കൗൺസിലറൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്കതൊരു വിശ്വാസമായിട്ട് തോന്നി. 60,000 രൂപയ്ക്ക് 1,20,20,000 രൂപ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാ വീഴാത്തത്? നമുക്കറിയാം ആളുകളുടെ രീതി പുതിയൊരു പ്രോജക്റ്റോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നതാണ് സ്വാഭാവികമായും മനുഷ്യ സഹജമായ ഒരു വാസന. പഴയ ആട് തേക്ക് മാഞ്ചിയത്തിനൊപ്പം ഇനി നമുക്ക് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, സ്കൂട്ടർ എന്ന് ചേർത്ത് വയ്ക്കാം. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല നമ്മൾ. ഭാഗ്യാന്വേഷികളായ മലയാളികൾ. ഇനിയും ഇത്തരം തട്ടിപ്പുകാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.